ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയ്ക്കടുത്തുള്ള മണിയാർ ഡാമിൻ്റെ പരിസരത്താണ്. ഇന്നിപ്പോൾ അവിടെ ഈ ഡാമും പരിസര പ്രദേശവും ടൂറിസത്തിൻ്റെ ഒരു പ്രധാന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മണിയാർ. അധികം ജനസാന്ദ്രതയില്ലാത്ത ശാന്തസുന്ദരമായ ഒരു സ്ഥലം. ഒരു സൈഡിൽ ഫോറസ്റ്റും ഒരു സൈഡിൽ റബ്ബർ തോട്ടവും ഒക്കെയുള്ള ഒരു വളരെ മനോഹരമായ സ്ഥലം. അടുത്ത കാലത്തായിട്ട് ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ശനി ഞായറും ഒക്കെ വളരെ തിരക്കാണ്. ഇപ്പോൾ അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനം അടുത്ത കാലത്തായിട്ട് നടന്നു. ഒത്തിരി വ്യൂ പോയിൻറ്റുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഡാം പണ്ട് കാലത്ത് കുട്ടനാടിലേക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ അവിടത്തേക്ക് ജലം കൊണ്ടുപോകാൻ, കൃഷിക്ക് ആവശ്യമായ ജലം കൊണ്ടുപോകാൻ വേണ്ടിയാണ് പമ്പ ഇറിഗേഷൻ ഇങ്ങനൊരു ഡാം ഇവിടെ നിർമ്മിച്ചത്. പമ്പ ഇറിഗേഷൻ ഡാം. അതുകൂടാതെ ഇന്ന് സ്വകാര്യ മേഖലയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വൈദ്യുതി നിലയം ഇവിടെയായിരുന്നു, യൂണിവേഴ്സൽ പവർ കോർപ്പറേഷൻ. അതുകൂടാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബ്രിട്ടീഷുകാരിവിടെ വന്ന് തേയിലയും ഒക്കെ നടാനും അത് കഴിഞ്ഞ് റബ്ബറായി. ആദ്യകാലത്ത് തേയിലയായിരുന്നു. ഇപ്പോഴും ആ ഫാക്ടറികളൊക്കെ അവിടെയുണ്ട്. ബ്രിട്ടീഷ് നിർമ്മിത കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ. ഇപ്പോഴവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. പാസേജുകൾ ചെയ്യുന്നു, വൈദ്യുതീകരണം നടക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിലും കല്ലൊക്കെ പാകിയൊക്കെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പണി നടക്കുകയാണ്. എങ്കിലും അവിടെ കണ്ടമാനം ശനി ഞായറും ഒക്കെ ഭയങ്കര ആൾ തിരക്ക് ഉള്ള ഒരു സ്ഥലമായിട്ട് ഇന്നിപ്പം മണിയാർ മാറിയിരിക്കുകയാണ്. ഇത് കണ്ടോ, 1926 നിർമ്മിച്ച ഒരു തൂക്കുപാലമാണ്. നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ്. ഇപ്പം 100 വർഷമായി. അപ്പോൾ ഇത്ര നല്ല സ്ഥലം നമ്മുടെ നാടിനടുത്ത് അപകടമില്ല എന്നുള്ളത്. ഇതുവരെ അവിടെ ഒരു ആക്സിഡൻറ്റോ വെള്ളത്തിൽ വീണ് മരിക്കുകയോ അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവാണ് അവിടെ നടന്നത്. മറ്റ് മേഖലകളിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ വീഴുന്നു. ഇവിടെ അങ്ങനെയുള്ള അപകട മേഖലകളൊക്കെ കുറവാണ്. വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എപ്പോഴും കാണാനും ശാന്തത ആഗ്രഹിക്കുന്നവർ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കടമ. തീർച്ചയായിട്ടും അതിന് നമുക്ക് കഴിയട്ടെ. വളരെ രസകരമായ സ്ഥലങ്ങളാണ്. ഇതങ്ങ് വടശ്ശേരിക്കരയിൽ നിന്ന് പോകുമ്പം തൊട്ടേ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കാണാൻ. റോഡിൻ്റെ ഇരു സൈഡിലും വനങ്ങളും ഒക്കെ ഉണ്ട്. വന്യമൃഗശല്യം ഉള്ള സ്ഥലമാണ്. എന്നാൽ പകലൊക്കെ ഇല്ല, രാത്രിയിലൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലവും കൂടിയാണ്. എന്നാലും അപകടങ്ങളൊന്നുമില്ല. ഈ വനം, ഈ ഡിപ്പോ കണ്ടാൽ മതിയല്ലോ, ഒന്നിനാ കൂടുതൽ കാണുന്നത്. ഇത്ര രസമായിരിക്കുന്നു ഈ അരീക്കക്കാവ് മണിയാർ ഡിപ്പോ. എന്ത് രസമായിരിക്കുന്നു. ഇതൊക്കെ കണ്ടാലും ഞാനൊരു നാട്ടുകാരനായിട്ട് പോലും എത്ര കണ്ടാലും കൊതി തീരാത്ത, ഞാൻ അതുവഴി എപ്പോൾ പോയാലും ഒരു വീഡിയോ എടുക്കും ഈ ഡിപ്പോയുടെ. അതുപോലെ ഡാമിൻ്റെ മുകൾ സൈഡിലൊക്കെ വളരെ രസകരമാണ്. നമുക്കും അത് കാണാനും ആസ്വദിക്കാനും നമുക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. ഓക്കെ.